നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ അന്ധക്കരണത്തിന് ശുദ്ധി ഉണ്ടാകുവാനുള്ള ഉപായം ആഹാരശുദ്ധി മാത്രമാണ്. ആഹാരശുദ്ധിയിലൂടെ മാത്രമേ അന്ധക്കരണം ശുദ്ധമാവുള്ളൂ. അപ്പം സാത്വിക ആഹാരം കഴിക്കുന്നവരുടെ മനസ്സ് സാത്വികമായിരിക്കും. രാജസ ആഹാരം, താമസ ആഹാരം അതുപോലുള്ള ആഹാരം കഴിക്കുന്നവരുടെ മനസ്സ് അതിന് അനുസരിച്ച് ഇരിക്കും, അല്ലേ? അപ്പൊ ചാന്തോക്യ ഉപനിഷത്തിൽ 7-ാം അധ്യായം 26-ാം ഖണ്ഡം 2-ാമത്തെ മന്ത്രത്തിൽ പറയണു, ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാ സ്മൃതി, സ്മൃതിലംബേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ. സ്മൃതിലംബേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ. അപ്പൊ ആഹാരം ശുദ്ധമായാൽ സത്വഗുണം പ്രകാശിക്കും, അല്ലേ? ഈ വായിൽ കൂടി കഴിക്കുന്നത് മാത്രമല്ല ആഹാരം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അല്ലെ തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ അകമേക്കെടുക്കുന്ന വിഷയങ്ങളെല്ലാം അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയാഹാരമാണ്. ആ ഇന്ദ്രിയങ്ങളുടെ വിഷയാഹാരമാണ്. ആഹരിക്കുക എന്നാൽ സ്വീകരിക്കുക. ആക്രിയത്തെ ഇതി ആഹാരഃ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ വിഷയാഹാരം മനസ്സായി രൂപാന്തരപ്പെടും. കണ്ണിൽ കൂടി കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചകളിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ കണ്ണിലൂടെ അകമേ സ്വീകരിച്ച്, അല്ലെ, ഉള്ളിൽ നിർത്തുന്നത് കൊണ്ട്, നിർത്തുമ്പോൾ ആ കാഴ്ചയിലെ ദൃശ്യം മനസ്സായി മാറും. അത് കണ്ണിൻ്റെ രൂപാഹാരമാണ്. അതേപോലെ ചെവിയിൽ കൂടി കേൾക്കുന്നു ശബ്ദങ്ങൾ, അല്ലെ? ചെവിയിൽ കൂടിയാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത്. അപ്പൊ നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുന്നതും ഇകഴ്ത്തി പറയുന്നതുമായ ശബ്ദങ്ങൾ, അല്ലെ? ഇനി നമുക്ക് താല്പര്യമുള്ള മറ്റു ശബ്ദങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെവിയിലൂടെ സ്വീകരിച്ച് അകമേ മനസ്സുമായി ചേർന്ന് ആ ശബ്ദം ചെവിയുടെ ശബ്ദാഹാരമാണ്. അത് ശബ്ദാഹാരമാകുന്നു. അപ്പൊ അതേമാതിരി മൂക്കിലൂടെ മണക്കുന്ന വസ്തുക്കൾ, ആ മണങ്ങളിൽ നമുക്ക് താല്പര്യമുള്ളതിനെ മാത്രം മൂക്കിലൂടെ സ്വീകരിച്ച് അകമേ കൊണ്ടുവരുമ്പോൾ അത് മൂക്കിൻ്റെ ഘ്രാണാഹാരമാകുന്നു. ഇതേപോലെയാണ് നാക്കിൻ്റെ രസനാഹാരവും ത്വക്കിൻ്റെ സ്പർശാഹാരവും. ഈ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം തുടങ്ങിയ വിഷയവിജ്ഞാനമെല്ലാം ഇതിനെല്ലാം ആഹാര ശബ്ദത്തിൻ്റെ അർത്ഥത്തിലാണ് പെടുത്തിയിരിക്കുന്നത്.
അതിൽ പെടും. അപ്പൊ ആഹാരം ശുദ്ധമായി കഴിഞ്ഞാൽ, ആഹാരം ശുദ്ധമായാൽ പവിത്രമായ ആ അന്ധക്കരണം വേണ്ട വിഷയങ്ങളിൽ മാത്രം വ്യാപരിക്കും. വേണ്ട വിഷയങ്ങളിൽ മാത്രം വ്യാപരിക്കും. വേണ്ട വിഷയങ്ങളിൽ മാത്രം ഇടപഴകും. ആ ശുദ്ധമായ മനസ്സിൽ ആത്മാവിനെ പറ്റി, നമ്മുടെ സ്വരൂപത്തിനെ പറ്റി, ആത്മാവിനെ പറ്റി ദൃഢമായ സ്മൃതി, അതായത് ഓർമ്മ ഉണ്ടാകും. അപ്പൊ കർമ്മവാസനകളെ കൊണ്ട് കെട്ടപ്പെട്ടതായ, കർമ്മവാസനകളെ കൊണ്ട് കെട്ടപ്പെട്ട ഹൃദയഗ്രന്ഥി താനെ അഴിഞ്ഞു പോകും. സ്മൃതിലംബേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ. അല്ലെ? സ്മൃതിലംബേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ. അപ്പൊ ഓർമ്മ, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാവും. ഞാൻ എവിടെ നിന്നാണ് വന്നത്. അതേമാതിരി നമ്മുടെ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ചോദിച്ചാലും പറയുന്നത് പോലെ നമുക്ക് ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നുള്ളത് നമുക്ക് സ്മൃതിയിൽ ഉണ്ടാവും, ഓർമ്മയിൽ ഉണ്ടാകും. തത്വമസി, അഹം ബ്രഹ്മാസ്മി എല്ലാം പറയുന്നത് നമുക്ക് എപ്പോഴും സ്മൃതിയിൽ, ഓർമ്മയിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് മറക്കില്ല. ഞാൻ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് മറക്കാനേ സാധ്യമല്ല, ആഹാരം ശുദ്ധമായാൽ. അപ്പോഴാണ് നിരതിശയമായ പരമശാന്തി അനുഭവപ്പെടും. അങ്ങനെ പരമശാന്തി അനുഭവപ്പെടാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.